ഏവർക്കും പിക്കൻ കരിയർ ടോക്കിലേക്ക് സ്വാഗതം. നമ്മൾ കുറേയായിട്ട് നമ്മൾ മോട്ടിവേഷൻ കഥകൾക്ക് പകരം കരിയറുമായി ബന്ധപ്പെട്ട കുറെ ഗൈഡൻസും കാര്യങ്ങളൊക്കെയാണ് തന്നുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കും. ആ ഇറങ്ങിത്തിരിക്കുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ പിന്നോട്ടടിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. കാരണം ഇതിനെ കൊണ്ട് പറ്റില്ല, ഇതിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, നീ ചെയ്ത് കഴിഞ്ഞാൽ നീ ഫെയിൽ ആവുന്നെല്ലാം പറഞ്ഞ ഒരുപാട് പേരുണ്ടാവും. ബട്ട് ഇങ്ങനെയുള്ള ഈ നിരുത്സാഹപ്പെടുത്തലുകൾക്കൊന്നും ചെവി കൊടുക്കാതെ മുന്നോട്ട് പോയ ആളുകളായിരിക്കും ഇന്ന് ജീവിതത്തിൽ വിജയിച്ച മിക്ക പേരും. അതുകൊണ്ട് തന്നെ അങ്ങനെ ജീവിതത്തിൽ വിജയിച്ച ഒരാളെ പറ്റിയുള്ള സ്റ്റോറിയാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. വിൽമ റുഡോൾഫ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിൽമ റുഡോൾഫിനെ പറ്റിയിട്ട്? എപ്പോഴും ഏതൊരാൾക്കും ഉത്തേജനം നൽകുന്ന, ഏതൊരാൾക്കും ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു സ്റ്റോറിയാണ് വിൽമ റുഡോൾഫിന്റെ. നമുക്ക് പറഞ്ഞു തുടങ്ങാം. അമേരിക്കയിലെ ഒരു സാധാരണ റെയിൽവേ പോർട്ടറുടെ 22ാമത്തെ മകളായി ജനനം. അമ്മ ഒരു സാധാരണ വീട്ടമ്മ, അച്ഛനൊരു സാധാരണ റെയിൽവേ പോർട്ടറും. അപ്പൊ നമുക്കറിയാം 22 മക്കളുണ്ട്. എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അദ്ദേഹം തന്റെ കുടുംബജീവിതം മുന്നോട്ട് നയിക്കുന്നതെന്ന്. കാരണം അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് തനിക്ക് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് അദ്ദേഹം തന്റെ കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിൽമ വളർന്നു തുടങ്ങി. വിൽമയ്ക്ക് ഏകദേശം 4 വയസ്സോളമായി. അപ്പം 4 വയസ്സാവുന്ന സമയത്ത് തന്നെ പലപ്പോഴും ആ കുട്ടിക്ക് വളരെ അഭിനിവേശം ഉണ്ടായിരുന്നു. കൂടുതലായിട്ട് ഓടാനൊക്കെയുള്ള താല്പര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ആ പേരൻസ്, ഏറ്റവും കൂടുതൽ കുട്ടിയുടെ അമ്മ വിൽമയുടെ എപ്പോഴും സംസാരിച്ചിട്ട് മോളെ നീ വളർന്നു വരുന്ന സമയത്ത് വലിയ ഓട്ടക്കരിയാണെന്നുള്ള പ്രചോദനവും ആ കുട്ടിയുടെ മനസ്സിലേക്ക് നിറച്ചുകൊണ്ടേയിരുന്നായിരുന്നു. അങ്ങനെ എനിക്ക് വിൽമയ്ക്ക് 4 വയസ്സായ സമയത്ത് വിൽമയ്ക്ക് എന്ത് സംഭവിച്ചു? വിൽമയ്ക്ക് പോളിയോ ബാധിച്ചു. എന്താ പോളിയോ ബാധിച്ചാൽ എന്താ സംഭവിക്കുക? പോളിയോ ബാധിച്ചു കഴിഞ്ഞാൽ അരക്കി കീഴ്പോട്ട് തളർന്നു പോകും. അങ്ങനെ വിൽമയുടെ അരക്കി കീഴ്പോട്ട് തളർന്നുപോയി. പോളിയോ മാത്രമല്ല വിൽമയെ തേടിയെത്തിയത്. വിൽമയ്ക്ക് ആ സമയത്ത് തന്നെ പോളിയോ ബാധിച്ചതിനോടൊപ്പം തന്നെ എന്താണ് ന്യൂമോണിയ ബാധിച്ചു. അതുപോലെ ഒട്ടനവധി അസുഖങ്ങൾ ആ കുട്ടിയെ തേടിയെത്തി. ആ ചെറുപ്രായത്തിൽ തന്നെ ഒട്ടനവധി അസുഖങ്ങൾ ആ കുട്ടിയെ തേടിയെത്തി. അങ്ങനെ അദ്ദേഹം വളരെ ചെറിയ വരുമാനം മാത്രമേ ഉള്ളൂ ആ പിതാവിന്. എന്നിരുന്നാലും തന്റെ മകളെ കാണിക്കാവുന്നിടത്തോളം ഡോക്ടേഴ്സിനെല്ലാം എന്ത് ചെയ്യും അദ്ദേഹം കാണിച്ചു. ഏകദേശം 1-2 വർഷത്തോളം ട്രീറ്റ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഡോക്ടേഴ്സിനെ മാറി കാണിച്ചുകൊണ്ടിരുന്ന ട്രീറ്റ്മെന്റ് അദ്ദേഹം തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്തു ആ വിൽമയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടേയിരുന്നു. ബട്ട് 2 വർഷം കഴിയാനായി ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് 2 വർഷത്തോളം ട്രീറ്റ്മെന്റ് കിട്ടി. ആ 2 വർഷം കഴിയാൻ നേരത്ത് വൈദ്യുതോകം വിധി എഴുതി. എന്താണ്? ഇനി ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല, വിൽമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും എണീറ്റ് നടക്കാൻ വിൽമയ്ക്ക് പറ്റില്ല. വിൽമയുടെ ആ കുട്ടിയുടെ ഭാവി ജീവിതം ഇനി വീൽ ചെയറിൽ തന്നെ, അത് ഇനി എങ്ങനെയെങ്കിലും എന്ത് ചെയ്യാൻ കൊണ്ടുപോയാൽ മതി. നിങ്ങൾ ഈ ട്രീറ്റ്മെന്റ് നടത്തുകൊണ്ട് യാതൊരു ഗുണവും ആ കുട്ടിക്ക് കിട്ടാൻ പോകുന്നില്ല, വെറുതെ നിങ്ങളുടെ ക്യാഷ് ചെലവാക്കുന്നത് മിച്ചം എന്ന് മാത്രം എന്ന് എന്ത് ചെയ്തു വൈദ്യുതോകം വിധി എഴുതി. കാരണം ഈ കുട്ടീനെ സംബന്ധിച്ചോളം മാരകമായിട്ടുള്ള അസുഖങ്ങളാ ബാധിച്ചത് അരക്കി കീഴ്പോട്ട് നടന്നുപോയി. ഈ ഭാവിയുടെ ജീവിതം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു വീൽ ചെയറിൽ വേണമെങ്കിൽ ആ കുട്ടി മുന്നോട്ട് നയിച്ചോട്ടെ എന്ന് എന്ത് ചെയ്തു വൈദ്യുതോകം വിധി എഴുതി. അങ്ങനെ പാരന്റ്സ് എന്ത് ചെയ്തു ട്രീറ്റ്മെന്റ് എല്ലാം നിർത്തി. വിൽമ വീട്ടില് എവിടെയാണ്? ബെഡിലായി. വീൽ ചെയർ കാര്യങ്ങളൊന്നുമില്ല. ആ കുട്ടി ബെഡിലായി. അങ്ങനെ എന്ത് ചെയ്യാ, കാരണം എന്ത് ചെയ്യാ, ബെഡിൽ ഇങ്ങനെ അവളുടെ ജീവിതാന്ത്യം വരെ എന്ത് ചെയ്യാ, ബെഡിലങ്ങ് കഴിച്ചു പോകണം. ആ ലെവലിലായി വിൽമയുടെ ജീവിതം. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വിൽമയുടെ ചേച്ചിമാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ എന്തുണ്ട്, ആഗ്രഹമുണ്ട്, സ്കൂളിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, എപ്പോഴും ആ കുട്ടി അമ്മയോട് എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കും, എനിക്കും സ്കൂളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറയും. അപ്പൊ അമ്മ പറയും, മോളെ എനിക്ക് ഇപ്പൊ നിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുപോകാൻ പറ്റില്ല, അറിയാലോ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഞാൻ നിന്റെ ചേച്ചിമാരുടെ അതുപോലെ നിന്റെ കാര്യം ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് നോക്കും നിനക്ക് അറിയാമല്ലോ, അതുകൊണ്ട് മോളെ ഇപ്പൊ ആഗ്രഹം മാറ്റി. അങ്ങനെ വിൽമയ്ക്ക് 7 വയസ്സായ സമയത്ത് ഒരു ദിവസം വിൽമ അമ്മയോട് ശാരി പിടിച്ചുകൊണ്ട് പറയണം, അമ്മ ഈ വർഷം എന്ത് തന്നെ വന്നാലും എനിക്ക് സ്കൂളിൽ പോയാൽ പറ്റൂ, അമ്മ എന്നെ ഒന്ന് സ്കൂളിൽ കൊണ്ടാക്കി തരും. അപ്പൊ മോളെ എനിക്ക് പറ്റില്ല, ഞാൻ എങ്ങനെയാ നിന്നെ കൂടെ ഇത്രയും കാര്യങ്ങൾ പണി ചെയ്ത് തീർക്കുമ്പോൾ തന്നെ എന്താണ് എനിക്കിവിടെ സമയമില്ല, പിന്നെ എങ്ങനെയാ നിന്നെയും കൂടി സ്കൂളിൽ പോവുക. അപ്പൊ അമ്മയോട് ആ കുട്ടി വാശിയുടെ ശാടി പിടിച്ചുകൊണ്ട് പറയണം, അമ്മ എന്നെ കൊണ്ടാക്കി തരണ്ട, പകരം എനിക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഊന്നുവടി എനിക്ക് വെട്ടിത്താ, ആ ഊന്നുവടി കുത്തി പിടിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം സ്കൂളിലേക്ക് പോയി കൊണ്ടുപോവാ. അങ്ങനെ ദൃഢനിശ്ചയത്തോടുകൂടി പറയുന്ന വിൽമയുടെ മുന്നിൽ തോറ്റുകൊണ്ട്, ആ വിൽമയുടെ ദൃഢനിശ്ചയത്തിന് മുന്നിൽ തോറ്റുകൊണ്ട് ആ അമ്മ ആ കുട്ടിക്ക് ഒരു ഊന്നുവടി വെട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെ ഊന്നുവടി ഇടയ്ക്ക് കൊടുക്കുന്നു അമ്മ. ആ ഊന്നുവടിയുടെ സഹായത്തോടെ സ്വന്തം സഹോദരിമാരുടെ കൂടെ വിൽമ എന്ത് ചെയ്യുന്നു, സ്കൂളിലേക്ക് പോയി തുടങ്ങുന്നു. അങ്ങനെ സ്കൂളിലേക്ക് പോയി തുടങ്ങി. ഏകദേശം 9 വയസ്സ് 2 വർഷത്തോളം എന്ത് ചെയ്തു, പതുക്കെ പിച്ച എന്ത് ചെയ്തു ആ കുട്ടി സ്കൂളിലേക്ക് പോയി തുടങ്ങി. എല്ലാ ദിവസവും പോകുന്ന സമയത്ത് കായിക താരങ്ങൾ ഓടുന്നു മറ്റൊക്കെ എന്ത് ചെയ്യും ആ കുട്ടി കണ്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ കുട്ടിക്ക് 9 വയസ്സാവുന്ന സമയത്ത് സ്കൂളിൽ എന്താണ് സ്പോർട്സ് നടക്കുകയാണ്. പലപ്പോഴും ഈ പോയി തുടങ്ങി അന്ന് തൊട്ടിട്ട് എന്തുണ്ട്, വിൽമയുടെ അമ്മ കുട്ടിയോട് പറയുന്നുണ്ട്, നിനക്ക് ഓടാൻ പറ്റും മോളെ, നീ പതുക്കെ നടക്കുന്നുണ്ട്, പക്ഷെ എന്താണ് നിനക്ക് ഓടാനുള്ള ശക്തിയെല്ലാം നിന്റെ നീ എന്ത് ചെയ്യുക, എപ്പോഴെങ്കിലൊക്കെ നീ വലിയൊരു ഓട്ടക്കാരിയെ തീരും എന്നുള്ള ആഗ്രഹം കുട്ടിയുടെ മനസ്സിലേക്ക് നിറച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ 9 വയസ്സായി സ്കൂളിൽ സ്പോർട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തന്റെ സഹോദരിമാരെല്ലാം ആ സ്പോർട്സിൽ പങ്കെടുക്കുന്നുണ്ട്. വിൽമയ്ക്കും അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം തോന്നി. വിൽമ തന്റെ എല്ലാ ആഗ്രഹങ്ങളും പങ്കുവയ്ക്കാറുള്ളത് തന്റെ അമ്മയോടാണ്. അമ്മയുടെ അടുത്തേക്ക് അമ്മയെ വിളിച്ചുകൊണ്ട് വിൽമ പറയണം, അമ്മ എന്റെ പേര് കൂടി ഒന്ന് അവിടെ കൊണ്ടുപോയി ചേർക്കോ, എന്റെയും ആ ട്രാക്കിൽ ഒന്ന് കൊണ്ടുപോയി നിർത്തിത്താ, എനിക്കും വന്ന് ഇവരുടെ കൂടെ ഓടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അമ്മ വീണ്ടും പറയണം, മോളെ നീ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഇവിടെ വരുന്നത് അറിയാം, നമുക്കിത് പതുക്കെ എന്ത് ചെയ്യാം, നിനക്ക് ഇതിലൊക്കെ പങ്കെടുക്കാം, ആദ്യം ഇപ്പൊ നീ ഒന്ന് ക്ഷമിക്ക്, നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിലൊക്കെ പങ്കെടുക്കും. അവിടെ വീണ്ടും എന്താണ് ആ കുട്ടി വാശി പിടിച്ചുകൊണ്ട് പറയാം, അമ്മയെ ഞാൻ അമ്മയോട് വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല, എന്നെ ജസ്റ്റ് ഒന്ന് ആ ട്രാക്കിൽ നിന്ന് കൊണ്ടുപോയി നിർത്തിത്താ, ഞാനും ഒന്ന് ഓടി നോക്കട്ടെ എന്ന് വീണ്ടും ദൃഢനിശ്ചയത്തോടുകൂടി പറയുന്ന ആ വിൽമയുടെ മുന്നിൽ തോറ്റുകൊണ്ട് അമ്മ കുട്ടിയുടെ പേരും കൂടി അവിടെ ചേർക്കുന്നു, ട്രാക്കിൽ കൊണ്ടുപോയി നിർത്തുന്നു. അന്നത്തെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കോച്ച് ഉൾപ്പെടെ എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നു, ആ വിൽമയുടെ അമ്മയാണ്
ആരെയാണ് സഹായിക്കുന്നത്? ഈ കുട്ടിക്ക് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റില്ല, പിന്നെ എങ്ങനെയാണ് ഈ കുട്ടി ഓടി തുടങ്ങുക? അപ്പൊ അമ്മ പറയും അവൾ ഓടിക്കോളും, അവളെ നിങ്ങളൊന്ന് അവിടെ നിർത്തിക്കോളും. അങ്ങനെ ചെയ്യും. അവളെ പങ്കെടുപ്പിക്കാൻ പറഞ്ഞ പ്രകാരം വിൽബയും അവർ പങ്കെടുപ്പിക്കുന്നു, മത്സരം തുടങ്ങുന്നു. ബാക്കി എല്ലാവരും ഓടി തുടങ്ങുന്നു. വിൽബയും കൂട്ടത്തിൽ എന്ത് ചെയ്ത് ഓടി തുടങ്ങി 2-3 അടി മുന്നോട്ട് വെക്കുന്ന വിൽബ അവിടെ കുഴഞ്ഞു വിടുന്നു. ആ കൂടി നിന്ന് ആളുകൾ മൊത്തം എന്ത് ചെയ്യുന്നു? ശകാരവർഷം കൊണ്ട് പൊതിയുന്നത് വിൽബയല്ല, പകരം എന്തായിരുന്നു? വിൽബയുടെ അമ്മയായിരുന്നു. അമ്മ നിറകണ്ണുകൊണ്ട് എന്ത് ചെയ്യും? കണ്ണു മുഴുവൻ എന്താണ്? കണ്ണുനീർ. അമ്മയുടെ മുഖത്തുനിന്നും കണ്ണുനീർ ധാരധാരയായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വിൽബ പതുക്കെ എണീറ്റ് വന്ന് അമ്മയുടെ മുഖത്തുള്ള കണ്ണുനീർ ഒപ്പിക്കൊണ്ട് അമ്മയോട് പറയണം, അമ്മേ, എന്റെ ശരീരം മാത്രമേ തളർന്നിട്ടുള്ളൂ, പക്ഷേ തളരാത്തൊരു മനസ്സ് ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട്. ഒരു ശരീരം മാത്രമേ അമ്മയെ എന്റെ തളർന്നു പോയിട്ടുള്ളൂ, പക്ഷേ തളരാത്തൊരു മനസ്സ് ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട്. ഇന്ന് അമ്മയെ കളിയാക്കി ഈ ലോകം മൊത്തം അമ്മയെ ഒരിക്കൽ പ്രശസ്തിയോട്, അമ്മയെ ഒരിക്കൽ പൊക്കി പറയുന്ന, അമ്മയെ ഒരിക്കൽ പ്രകീർത്തിച്ച് പറയുന്ന ഒരു കാലം അമ്മയെ തേടിയെത്തും. ഞാനത് തെളിയിക്കും അമ്മയെ. അമ്മ ഒരിക്കലും വിഷമിക്കരുത്, എന്റെ ശരീരം മാത്രമേ തളർന്നു പോയിട്ടുള്ളൂ, പക്ഷേ എന്റെ മനസ്സ് ഒരിക്കലും തളർന്നു പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയുടെ കണ്ണുനീർ എന്ത് ചെയ്യുന്നു? ആ വിൽമ ഒപ്പിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പതുക്കെ വീണ്ടും എന്ത് ചെയ്യുന്നു? വിൽമ വീണ്ടും പതുക്കെ എന്ത് ചെയ്യുന്നു? അവിടെയുള്ള കായിക മത്സരങ്ങളൊക്കെ നോക്കുന്നു. ഏതെങ്കിലും തനിക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും കായിക മത്സരങ്ങളൊക്കെ നോക്കി അങ്ങനെ പതുക്കെ ബാസ്കറ്റ്ബോളിന്റെ ട്രാക്കിലേക്ക് വിൽമ എത്തുകയാണ്. പതുക്കെ പിടിച്ചുകൊണ്ട് നീങ്ങുന്നു പതുക്കെ ബാസ്കറ്റ്ബോൾ ട്രാക്കിൽ. കാരണം വേറെ ഒന്നുമല്ല, തന്റെ ശരീര വൈകല്യത്തെ മറികടക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം കൊണ്ട് പതുക്കെ ബാസ്കറ്റ്ബോളിന്റെ ട്രാക്കിൽ നിന്നു. അവിടെ നിന്നും വിൽമയുടെ കോച്ചായിട്ടുള്ള എന്ത് ചെയ്യുന്നു? വിൽമയെ കണ്ടെത്തുന്നു. അദ്ദേഹം തിരിച്ചറിയുന്നു വിൽമയുടെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ബാസ്കറ്റ്ബോളിലല്ല, പകരം ഓട്ടത്തിലാണ് തിരിച്ചറിയുന്നത്. അവിടെ തൊട്ട് അദ്ദേഹം കോച്ചിങ് കൊടുക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഓട്ടത്തിൽ മെല്ലെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 1960 ഒളിമ്പിക്സിൽ വിൽമ ലോക ചരിത്രത്തെ രക്ഷിച്ചില്ല. ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ഇതുപോലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ഒളിമ്പിക്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ ഒളിമ്പിക്സിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ അത്ഭുതങ്ങളെല്ലാം വെല്ലുന്ന രീതിയിൽ വൈദ്യലോകത്തെയും ഒളിമ്പിക്സ് ചരിത്രത്തെയും ഞെട്ടിച്ചുകൊണ്ട് വിൽമ റുഡോൾഫ് എന്ന അമേരിക്കക്കാരി സാധാരണ റെയിൽവേ പോട്ടറുടെ 22ാമത്തെ മകളായി ജനിച്ചു വീണ് 4ാം വയസ്സിൽ പോളിയോ ബാധിച്ച ആ വിൽമ റുഡോൾഫ് 1960 ഒളിമ്പിക്സിൽ 3 ഗോൾഡ് മെഡലാണ് നേടിയെടുക്കുന്നത്. 100 മീറ്റർ, 200 മീറ്റർ, 4x100 മീറ്ററിൽ ഗോൾഡ് മെഡൽ നേടിക്കൊണ്ട് ലോകത്തെ തന്നെ ഞെട്ടിക്കുകയാണ് വിൽമ റുഡോൾഫ്. നമ്മളിവിടെ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 4ാം വയസ്സിൽ അമേരിക്കയുടെ സാധാരണ റെയിൽവേ പോട്ടറുടെ മകളായിട്ടാണ് വിൽമ റുഡോൾഫിന്റെ ജന്മം. 4ാം വയസ്സിൽ ആ കുട്ടിയെ പോളിയോ ബാധിച്ചു. തന്നെക്കാളും ശാരീരിക ശേഷിയുള്ള ചെറുപ്പം തൊട്ടേ പ്രാക്ടീസ് ചെയ്യുന്ന എത്രയോ ആളുകളോട് മത്സരിച്ചുകൊണ്ടാണ് 4ാം വയസ്സിൽ പോളിയോ ബാധിച്ച വിൽമ റുഡോൾഫ് ലോക ചരിത്രത്തിനെ ഞെട്ടിച്ചുകൊണ്ട്, ഒളിമ്പിക്സ് ചരിത്രത്തിനെ ഞെട്ടിച്ചുകൊണ്ട്, വിസ്മയിച്ചുകൊണ്ട് 3 ഗോൾഡ് മെഡൽ നേടിയെടുക്കുന്നത്. നമ്മളൊക്കെ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്ത് തന്നെ ആഗ്രഹിച്ചു കഴിഞ്ഞാലും അത് തീവ്രമായി ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ഏവർക്കും അത് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഏറ്റവും വലിയൊരു പാഠമാണ് നമുക്ക് വിൽമ റുഡോൾഫിന്റെ കഥയിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. കാരണം തന്റെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് തന്റെ വൈദ്യലോകവും തന്റെ വിധി മാറ്റിമറിക്കുകയാണ് വിൽമ റുഡോൾഫ് ചെയ്തത്. കാരണം 4ാം വയസ്സിൽ പോളിയോ ബാധിച്ച ആ കുട്ടി 6ാം വയസ്സിൽ വൈദ്യലോകം എന്താണ് വിജയിച്ചത്? ഒരിക്കലും ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കുട്ടിക്ക് എനിക്ക് നടക്കാൻ പറ്റില്ല എന്നാണ് വൈദ്യലോകം വിജയിച്ചത്. ആ വിധിയാണ് വിൽമ റുഡോൾഫ് തന്റെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് മാറ്റിമറിക്കുന്നത്. അതിന് പത്രക്കാർ ചോദിക്കുന്ന സമയത്ത് വിൽമ റുഡോൾഫ് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡോക്ടേഴ്സ് വിധി എഴുതി എനിക്ക് നടക്കാൻ പറ്റില്ല, പക്ഷേ എന്റെ അമ്മ എനിക്ക് പ്രചോദനം നൽകി. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മകളെ, നിനക്ക് എനിക്ക് നടക്കാനും പറ്റും, മാത്രമല്ല നീ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരിയായി തീരും എന്നുള്ള പ്രചോദനം എനിക്ക് അമ്മയിൽ നിന്നാണ് കിട്ടുന്നത്. ഞാൻ എന്റെ അമ്മയെ വിശ്വസിച്ചു. ആ അമ്മ തന്ന ആ വിശ്വാസമാണ് ഇന്ന് എന്നെ ഈ ഒളിമ്പിക്സിന്റെ ഗോൾഡ് മെഡൽ നേടുന്ന ഈ സ്ഥാനത്തേക്ക് എത്തിച്ചത്. അപ്പൊ നമ്മളൊക്കെ ഓർക്കേണ്ട കാര്യം, നിങ്ങളുടെ മനസ്സിൽ എന്ത് തന്നെ ആഗ്രഹിച്ചാലും ആ ആഗ്രഹിക്കേണ്ട രീതിയിൽ എങ്ങനെയായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മൾ എപ്പോഴെങ്കിലും വെള്ളത്തിനടിപ്പെട്ട് കഴിഞ്ഞാൽ, ജലത്തിനടിപ്പെടുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ ശ്വാസത്തിന് വേണ്ടി ആഗ്രഹിക്കുക, ആ രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തിനു വേണ്ടി ആഗ്രഹിച്ചാലും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. വിൽമ തന്നെ ചെറുപ്പം തൊട്ട് തന്നെ ആഗ്രഹിക്കാൻ തുടങ്ങിയ എന്താണ്? ഒരു ഓട്ടക്കാരി ആവണമെന്നത്. ആ കുട്ടി ഉറങ്ങുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും എവിടെ പോകുന്ന സമയത്തും എല്ലാം ആ കുട്ടിയുടെ മനസ്സിൽ ഒരേ ചിന്ത മാത്രം ഉണ്ടായിരുന്നു, എന്താണ്? വളരുന്ന സമയത്ത് തനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ ഓട്ടക്കാരിയായി തീരണം. അങ്ങനെയാണ് 1960 ഒളിമ്പിക്സ് 100 മീറ്റർ ലോക റെക്കോർഡോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരിയായി തീർന്നത് വിൽമ റുഡോൾഫ്.